തന്നെ ഈ ചെമ്പൻ പൊന്നൻ തിരിച്ചു വരും. എടാ എന്തായാലും ചെറുക്കനിങ്ങോട്ട് വന്നോട്ടെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പല ടെക്നോളജി അവൻ പഠിച്ചിട്ടുണ്ട്. നിനക്കറിയാൻ സാധിക്കും എന്റെ പെങ്ങടെ മോനെ പറ്റി. അതൊക്കെ പണ്ട്. ഇപ്പൊ അവൻ വളർന്ന് പന്തലിച്ച് കാണും. എന്റെ പെങ്ങൾ മരിക്കാൻ നേരത്ത് ഒന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. എന്തോ ബോസേ? ആങ്ങളെ അവനെ പൊന്നുപോലെ നോക്കണേ. അവന്റെ കണ്ണിലൊരു ഉറുമ്പ് പോലും വീടരുത്. അവന്റെ ദേഹത്തൊരു തുള്ളി മണ്ണ് പോലും വാരി ഇടരുത് എന്നും പറഞ്ഞിട്ടാ അവള് കണ്ണടച്ചത്. എന്റെ ബോസേ, നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? അങ്ങനെ അവരെ കൊണ്ട് പറയിച്ചില്ലായിരുന്നെങ്കിൽ അവര് കണ്ണടയ്ക്കുമായിരുന്നോ? പിന്നെ അടുക്കള വിഷം വല്ലതും ഇരിപ്പുണ്ടടാ, എടുത്ത് കഴിച്ച് തിന്ന് ചാവടാ. ബോസേ, ഒരു വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മാർവാടിയാ, ഞാൻ പോയി വിളിച്ചാലോ? അത് മാർവാടി ഒന്നും അല്ലടാ, എന്റെ ചെറുക്കൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് മോനെ. അത് ബോംബെയിലെ സ്കോർപിയോ. ബോംബെയിലെ വണ്ടി എങ്ങനെ ഇവിടെ ഒന്നും ബോസിന് അറിയാൻ പറ്റും? ബോംബെയുടെ വണ്ടിയിലെ പുകക്ക് വരെ പാൻപരാഗിന്റെ മണവാടാ. അവിടുത്തെ ഓട്ടോ നിജാം പാക്ക് തിന്നിട്ടാ ഓടുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ആവോ ബേട്ടാ ആവോ. മോനെ, മരുമോനെ, എടാ നീ ബോംബെ പോയി ശരിക്കും ഒരു ഡോണായി കേട്ടോ. ഇപ്പൊ നിന്നെ കണ്ട ഒരു ഡോണിന്റെ അതേ ലുക്ക്. ഇനി ഇവനെ മുൻനിർത്തി നമ്മൾ കളിക്കും. ഇവന്റെ പുറകിൽ ഞാനിങ്ങനെ നിന്നാലുണ്ടല്ലോ ഒരു മനുഷ്യൻ ബോസിനെ കാണത്തില്ല. അതാണോ പറഞ്ഞത്? ഇവന്റെ പുറകിൽ നിന്നാ മതി. ഇനി കാര്യങ്ങളൊക്കെ ഇവൻ നോക്കിക്കോളും. പഴയ പോലെ തന്നെ ചെമ്പൻ പൊന്നിന് തിരിച്ചു വരണം. നിന്റെ സിംഹഗർജനം മാമനെന്ന് കേക്കട്ട് മരുമോനെ. ബോംബെയിൽ നിന്ന് ഞാൻ നേരെ സ്കോർപിയോയിലാണ് ഇങ്ങോട്ട് വന്നത്. സ്കോർപിയോ എന്ന് പറഞ്ഞതാണ്. ബോംബെയിലൊക്കെ അങ്ങനെ ആയിരിക്കും പറയുന്നത്. എന്നിട്ട് സ്കോർപിയോയിൽ വന്നിറങ്ങിയിട്ട് ഞാൻ നേരെ അമ്പലത്തിൽ കയറി. പ്രതിഷ്ഠ മൂട്ടിക്കാനാണോ? അല്ല, ഭഗവാനെ പ്രാർത്ഥിക്കാൻ. മാമന് വേണ്ടി ഞാൻ എത്ര നേരം പ്രാർത്ഥിച്ചെന്നറിയോ ഭഗവാനോട്. എൻ്റെ മാമന് നല്ല ശക്തിയും ബുദ്ധിയും കൊടുക്കണേ, ആരോഗ്യം കൊടുക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അമ്പലത്തിൽ നിന്ന്. അത് കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോൾ തിരുമേനി അവിടെ നിന്ന് കബഡി നിരത്തുന്നു. അല്ലാതെ തിരുമേനിക്ക് കാവടി കളിക്കാൻ പറ്റത്തില്ലല്ലോടാ. അതല്ലെന്ന്, മാമന് കണ്ടകശ്ശേരി ഉണ്ടെന്ന്. കണ്ടകശ്ശേരി കൊണ്ടേ പോകത്തുള്ളെന്ന തിരുമേനി പറഞ്ഞത്. അതുകൊണ്ട് നാളെ രാവിലെ കുളിച്ച് റെഡിയാകണം രണ്ടുപേരും. എന്തിന്? അമ്പലത്തിൽ പോയി ശയനപ്രദക്ഷിണം ചെയ്യണം. എന്റെ ഭഗവാനെ, എന്തൊക്കെയാടാ ഈ ചെറുക്കൻ പറയുന്നത്? എനിക്കൊന്നും അറിയത്തില്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? മാമ, യാത്ര ചെയ്ത് എനിക്ക് ഒരുപാട് ക്ഷീണമുണ്ട്. ഞാൻ പോയൊന്ന് കിടക്കട്ടെ. പിന്നെ ഇവിടെ പൂജാമുറി ഉണ്ടോ? ഉണ്ടെങ്കിൽ വൈകുന്നേരം എനിക്ക് തൂത്തുവാരി വിളക്കത്തിക്കാനുള്ളതാ. പോട്ടെ. ഭഗവാനെ, ഇതിനാണ് ഇവൻ 12ാമത്തെ വയസ്സിൽ ബോംബെ പോയത്. ഇവനെ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇത്രയും നാൾ ഇരുന്നത്. ഞാൻ വിചാരിച്ചു ഇവൻ അവിടെ ചെന്ന് ഓരോ അധോലോകത്തിൽ ചെന്ന് ഓരോ ചാരപ്പണിയൊക്കെ കാണിച്ച് വൻ സെറ്റപ്പായിട്ട് തിരിച്ചു വന്നയാന്ന്. ബോംബെയിൽ ആരാന്ന് പറഞ്ഞു? ബോംബെയിൽ ആരൊക്കെ ഇരിക്കുന്നതോ എനിക്കെങ്ങനെ അറിയാം ആരാന്ന്. എന്തൊക്കെയാണോ വന്ന് ചോദിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് എന്തോ സോക്കേടായിരുന്നു. വരുമോൻ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എന്നെ ചവിട്ടി പുറത്താക്കും, എനിക്ക് പട്ടിയുടെ വില തരത്തുള്ളൂ, നിങ്ങൾ അവൻ്റെ തലച്ചോറെടുത്ത് ഇവിടെ കുഞ്ഞു കളിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ താറ്റിച്ചില്ലേ? നിങ്ങൾക്ക് ഇതല്ല വരേണ്ടത്, നിങ്ങൾക്ക് ഇതിന്റെ അപ്പുറത്തേത് പറ്റും. എന്റെ പൊന്നു പരമു, എനിക്കൊരു തെറ്റ് പറ്റി. പക്ഷെ ഒരു കാര്യം നീ ശ്രദ്ധിച്ചോ, അവന്റെ കൈ വലിയൊരു പെട്ടി ഇരിപ്പുണ്ട്. പോരാഞ്ഞിട്ട് അവൻ അമ്പലവാസി. മിക്കവാറും ആ പെട്ടി നിറച്ച് സ്വർണ്ണമായിരിക്കും. അതെങ്ങനെ മുതലാളി? എടാ, ഇപ്പൊ അവൻ ദൈവമായിട്ടാണ് അടുത്ത കൂട്ട്. ദൈവമായിട്ട് അടുത്ത കൂട്ടുള്ളവരുടെ മെയിൻ ബിസിനസ് ഇപ്പൊ സ്വർണ്ണമാ. മിക്കവാറും അവന്റെ പെട്ടി നിറച്ച് സ്വർണ്ണമാ. നമ്മള് മിക്കവാറും ആ പെട്ടി തൂത്തുവാരന്റെ മൊത്ത അഴുക്കായി കിടക്കുന്ന ഇവിടെ അല്ല. തൂത്തുവാരാൻ ഇത് കൊള്ള സങ്കേതമാടാ. എനിക്ക് വിളക്ക് കത്തിക്കണം അമ്മ, അതുകൊണ്ടല്ലേ പറഞ്ഞത്. വിളക്ക് കത്തിക്കണം? ഈ ചെറുക്കൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ ഒറ്റ താങ്ങിയാൻ പറ്റാതാണല്ലോ. കൊച്ചേട്ടാ, എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണേ. ഞാൻ കൊച്ചേട്ടനെ ഏൽപ്പിച്ചിട്ടാ പോണേ. എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് ഒരു മണ്ണുപോലും നുള്ളിയിടല്ലേ. എന്റെ ബോസേ, ഞാൻ നോക്കിയിരിക്കാം. നല്ലൊരു തല്ലങ്ങനോട് ശരി കൂടെ. എങ്ങനെ തല്ലാനാടോ? തല്ലാൻ കൈവെക്കുമ്പോ പെങ്ങള് പറഞ്ഞ കാര്യം എന്റെ ചെവിക്കാത്തിരുന്ന് മുഴങ്ങുവാണ്. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇവനെ കൊണ്ട് ഒരു കാര്യവും നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ഒന്ന് വാതുറന്ന് പറയടാ. മാമൻ ഇത്തരം വിഷമമാണ്. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കള്ളക്കടത്ത് നടത്തിയാ പോരെ? മതി. എന്നാ ഞാൻ മാമന് വേണ്ടി ചന്ദനം കടത്താം. എന്ത് ചന്ദനം കടത്താം?
ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ചന്ദനം കടത്ത്, എന്തെങ്കിലും കടത്തിയാ മതി. നീ എന്റെ കൂടെ നിന്നാ മതി മോനെ. പിന്നെ ഞാൻ പഴയ പ്രൗഢി പങ്കെടുത്തെടുത്തോളാം. ചന്ദനമെങ്കിൽ ചന്ദനം. പ്ലാൻ പറ, എന്താ പരിപാടി? വൈകുന്നേരം 6 മണിക്ക് 7 മണിക്ക് ഇടയ്ക്കാണ് ഇതിന്റെ നല്ല സമയം. കൊള്ളാം, കറക്റ്റ് സമയം. ബാക്കി കൂടെ പറയടാ. എല്ലാരും അമ്പലത്തിലേക്ക് നോക്കി തൊഴുതോണ്ട് നിൽക്കുന്ന സമയം. തിരുമേനി ശ്രീകോവിലോട്ട് കയറുന്നു. ആ ചന്ദനം എടുക്കുന്നു, കടത്തുന്നു. ചന്ദനം എടുക്കുന്നു, കടത്തുന്നു. ചന്ദനം എടുക്കുന്നു, കടത്തുന്നു. എങ്ങനെയുണ്ട്? എനിക്ക് വിറഞ്ഞു വന്നാണ്ടല്ലോ. ആരാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. എന്തൊക്കെ വൃത്തിയാണ് പറഞ്ഞ. അമ്പലത്തിലെ ചന്ദനം കടത്തുന്ന കാര്യമാണ് പറഞ്ഞ. ഒരു ഒറ്റ താലിയ വെച്ചതല്ലോ. കൊച്ചേട്ടാ, എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കണേ. ഞാൻ കൊച്ചേട്ടനെ ഏൽപ്പിച്ചിട്ടാ പോണേ. എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് ഒരു മണ്ണ് പോലും നുള്ളിയിടല്ലേ. എന്റെ ബോസേ, ഇതെന്തോ ഒരു കാലമായത്. ഇതെന്തോ നാശം. ഇത് എന്തിനാ ഇവൻ വന്ന് കയറിയത്? പിന്നെ ഇനിയിപ്പൊ ഇവനെ പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അതിനിവ എന്തിനു നിൽക്കാണ് ഇവിടെ? എന്തിനു നിൽക്കാണ് ഇവിടെ? നിന്നെ കൊണ്ട് ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് എനിക്കറിയാം. എന്റെ കൺമുമ്പ് എങ്ങാനും വന്നാണ്ടല്ലോ, പോയിക്കോ ഇവിടുന്ന്. വന്നേക്കുന്നവൻ എന്തൊക്കെയാണെങ്കിലും ഞാൻ തന്നെ ആ ഓപ്പറേഷൻ നടത്തൂടാ. അതിനകത്ത് ഒരു തർക്കവും ഇല്ല. എന്നാലും എന്റെ സ്വപ്നങ്ങളൊക്കെ വെള്ളത്തിലായല്ലോ ഭഗവാനേ. ബോസേ, പരിഹാരമുണ്ട്. നല്ല കാര്യമാണെ പറഞ്ഞാ മതി. നമുക്കിതൊക്കെ പറക്കി അങ്ങ് ഉണക്കി വെച്ചാലോ? എന്ത്? ഏതാണ്ടൊക്കെ വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞു. ഹലോ, എടോ ചടയം പറഞ്ഞു. എടോ ഫോണിനകത്ത് ഇപ്പൊ വിളിച്ചാരാന്നറിയാവോ? ആരാ? എന്റെ മരുമോൻ. അയ്യേ, അവൻ ഇത്രയും നേരം ഇവിടെ നിന്ന് കാര്യം പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യം എന്തോ? എടോ അല്ലെന്ന്, പിന്നെ ബോംബെന്ന് അവൻ വിളിച്ചതാന്ന്. അവൻ ഇന്നത്തെ ഫ്ലൈറ്റിൽ വരാൻ പറ്റിയില്ല. അവൻ നാളത്തെ ഫ്ലൈറ്റിലെ ഇവിടെ എത്തത്തുള്ളന്ന്. അയ്യോ, അപ്പൊ ഇവിടെ വന്നു കയറിയത് ആരാ? അയ്യോ, ഞാൻ പ്രേതം ഭൂതമൊന്നുമല്ല. നിന്നെ പോലുള്ള കൊള്ളക്കാരെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഡിറ്റക്റ്റീവാണ് ഞാൻ. പേര് കരൺജത്ത്. ഇട്ടിച്ചിനെ കറണ്ട് അടിച്ചെന്നാ പുള്ളി പറഞ്ഞു. നീയൊക്കെ ഇത്രയും നാളും ഒരു വലിയ പണിയും ചെയ്യാത്തോണ്ടാ നിന്നെ ഒന്ന് പൊക്കാതിരുന്നത്. നമുക്ക് പണിയില്ലാത്ത കാര്യം അല്ല അറിഞ്ഞു. അപ്പോഴാ നിങ്ങൾ ആ മാർവാടിയിൽ നിന്ന് പുതിയ കൊട്ടേഷൻ എടുത്തത്. അവനെ ഞാൻ പൊക്കി അകത്താക്കിയിട്ടുണ്ട്. അവൻ കാരണമാണ് നിന്നെയൊക്കെ സ്കെച്ച് ചെയ്തത്. ചുമ്മാ അല്ല, പിള്ളേരെ സ്കെച്ച് പേന കാണാന്നില്ലെന്ന് പറഞ്ഞപ്പോഴേ ഇയാൾ എടുത്തിട്ട് പോയാ ചോദിക്കുമ്പോ ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് എന്റെ കൂടെ വരുമല്ലേ രണ്ടുപേരും? പിന്നെ മോനെ, ഇതിനേക്കാള് വലിയ അഭ്യാസമൊക്കെ നടത്തിയിട്ട് ആ ചെമ്പൻ പൊന്നൻ ഇവിടം വരെ എത്തിയത്. ഞാനും ഒരു ഡിറ്റക്റ്റീവ് ഓഫീസർ വന്നേക്കുന്നു. എന്നെ പോലെ ഈ 10 തലേ ബുദ്ധിയുള്ള എന്നെ പറ്റിക്കാൻ നീ ഇനി ഒരുപാട് ജന്മം ജനിക്കണം. ഒറ്റ ഇടി തന്നാണല്ലോ.